ചേറ്റൂരിനോട് കടുത്ത അവഗണനയാണ് എല്ലാ കാലത്തും കോൺഗ്രസും CPM-ഉം നടത്തിയിട്ടുള്ളത്. ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം പാലക്കാട് മങ്കരയിൽ കാടുകയറി കിടക്കുകയാണ്. ചേറ്റൂരിന് ഉത്തരേന്ത്യയിൽ ലഭിക്കുന്ന പരിഗണന പോലും കേരളത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബവും പറയുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മലയാളികളുടെയും ഭാരതീയരുടെയും അഭിമാനം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. എന്നാൽ അദ്ദേഹത്തിന് മതിയായ പരിഗണന നമ്മൾ നൽകിയോ? അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പാലക്കാട്ടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കാണാം. രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ സ്വാതന്ത്ര്യ സമര പോരാളി ചേറ്റൂർ ശങ്കരൻ നായർ അന്തിയുറങ്ങുന്നത് പാലക്കാട് മങ്കരയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് എത്തണമെങ്കിൽ റെയിൽവേ ട്രാക്ക് ഇടമുറിച്ച് പാടവരമ്പിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിക്കണം. പിന്നീട് കുറ്റിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ചാലാണ് ചേറ്റൂർ എന്ന യുഗപുരുഷൻ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് എത്താൻ ആവുക. ഇതാണ് ചേറ്റൂർ ശങ്കരൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാരതപ്പുഴയുടെ തീരത്തെ ഭൂമി. നല്ലൊരു വഴി പോലുമില്ലാത്ത ഇവിടം കാലങ്ങളായി കാട് മൂടിക്കിടക്കുകയാണ്. ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസും ഇടതുപക്ഷവും എത്രമാത്രം അവഗണിച്ചു എന്നതിൻ്റെ നേർചിത്രമാണ് ഭാരതപ്പുഴയ്ക്ക് സമീപം അദ്ദേഹം അന്തിയുറങ്ങുന്ന മണ്ണ്. ചെന്നൈയിൽ വെച്ച് അപകടത്തിൽ മരിച്ച ചേറ്റൂരിനെ പാലക്കാട് മങ്കരയിലെ ഭാരതപ്പുഴയ്ക്ക് സമീപം അടക്കം ചെയ്യണമെന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് അവിടം കാട് മൂടി കിടക്കുന്നു. ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ അന്തിയുറങ്ങുന്ന ഭൂമിയാണിത്. മങ്കര പഞ്ചായത്തിലെ ചേറ്റൂർ പ്രദേശമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനത്തെയും മലയാളിയായ പ്രസിഡന്റാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. പക്ഷേ അദ്ദേഹത്തിന്റെ അന്തിയുറങ്ങുന്ന ഭൂമി, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിനെ ഭാരതപ്പുഴയുടെ തീരത്ത് അടക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ അന്ത്യ അഭിലാഷം അവരുടെ കുടുംബ പ്രദേശം തന്നെയാണ് ഈ അടക്കം ചെയ്തിരിക്കുന്ന ഈ പ്രദേശം. അവരുടെ ശ്മശാന ഭൂമിയാണ്. അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അവസ്ഥയാണ് ഇന്ന് നിങ്ങൾ ഈ നേർചിത്രമാണ് ഈ കാണുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അന്ത്യ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഉറങ്ങുന്ന ഈ ഭൂമി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായിക്കോട്ടെ, തീർത്തും അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നേർചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ദയനീയ അവസ്ഥയാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭൂമി ഇങ്ങനെ കാട് മൂടിക്കെട്ടുക, രാഷ്ട്രീയം പല രാഷ്ട്രീയം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് ഒരു വഴിയില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന് പല സമരങ്ങൾ അവർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വേണ്ടി, ഇദ്ദേഹത്തിന് വേണ്ടി ഈ ഭൂമി ഒന്ന് സംരക്ഷിക്കുക, ഇവിടെ കാട് വെട്ടിത്തെളിക്കുക, അതൊന്നും ചെയ്യാതെ അവരുടെ സ്വന്തം രാഷ്ട്രീയത്തിന് മുതലെടുക്കുക മാത്രമേ ചെയ്യണേ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചേറ്റൂർ പാലക്കാട് വന്നിറങ്ങുന്ന മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്മൃതി കുടീരത്തിന് സമീപത്തായി ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത്. മങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കവാടത്തിൽ ചേറ്റൂരിൻ്റെ പേരുണ്ട് എന്നതൊഴിച്ചാൽ ഒരിടത്തും ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയ ഈ ധീര ദേശാഭിമാനിയെ കാണാൻ കഴിയില്ല. ഒറ്റപ്പാലം ആശുപത്രിക്കും ചേറ്റൂരിൻ്റെ പേരായിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ഗേറ്റിൽ ഒതുങ്ങി ആ പേര്. ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട് പാലക്കാട് മങ്കരയിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മതിയായ പരിഗണന ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് കുടുംബത്തിനും ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെയും അവസാനത്തെയും മലയാളിയാണ് ചേറ്റൂർ. നോർത്ത് ഇന്ത്യയിൽ ലഭിക്കുന്ന പരിഗണന പോലും കേരളത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടില്ലെന്നാണ് കുടുംബവും പറയുന്നത്. ആഘോഷിക്കേണ്ടതാണ്. പിന്നെ കോൺഗ്രസ് റിസൈൻ ചെയ്തല്ലോ, അത് കാരണം പുള്ളിക്ക് ഒരു നാഷണൽ ലെവൽ ഇതില്ലാതെ പോയി. പിന്നെ മുഴുവൻ കോൺഗ്രസിന്റെ ഭരണമല്ലായിരുന്നു.
അപ്പോൾ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു അന്യനെ പോലെയായി ഇവർ. ജാലിയൻവാല ബാഗിൻ്റെ കാരണത്തിനാണ് റിസൈൻ ചെയ്തതെങ്കിൽ പോലും അതിനുശേഷം ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ടാണല്ലോ പ്രവർത്തിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. ആരും അതിന് ഇനീഷ്യേറ്റീവ് എടുത്തില്ല. മലയാളികൾ ഏറ്റവും അധികം പരിഗണിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ലണ്ടനിൽ വരെ പോയി പോരാട്ടം നയിച്ച ചേറ്റൂർ. എന്നാൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം പോലും ഇന്നും ജന്മനാടായ മങ്കരയിലോ പാലക്കാടോ എന്തിന് കേരളത്തിൽ തന്നെയോ ഇല്ല. കോൺഗ്രസും കേരളവും ചേറ്റൂരിനെ നിരന്തരമായി അവഗണിക്കുമ്പോഴാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം വെള്ളിത്തിരയിൽ സിനിമയായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.